അടുത്തതായിട്ട് ഒരു എക്സാമ്പിൾ ആണ്. അതായത് എങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് മുകളിൽ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോ ഓഫ് ജി ആണ്. അതായത് നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ദ ഗ്രാഫ്. ഇതാണ് ഗിവൺ ഗ്രാഫ് എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഗ്രാഫിൽ എന്തുണ്ട്? 4 വെർട്ടിസസുകൾ ഉണ്ട് അല്ലെ? അതുപോലെ എഡ്ജുകളുണ്ട്, ലൂപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇതിന്റെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ നൊട്ടേഷൻ ആയിട്ട് ഒരു ബോക്സിൽ ഈ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗ്രാഫിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസിനെയാണ്. അതായത് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഈ ഒരു ഗ്രാഫ്, അതുകൊണ്ടുള്ള മീനിങ് ഈ ഒരു ഗ്രാഫിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ആണ്. അപ്പൊ ഈ ഒരു ഗ്രാഫിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് മുകളിലത്തെ റിസൾട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ കാണും? ടോ ഓഫ് ജി ഈക്വൽ ടു ടോ ഓഫ് ജി മൈനസ് ഇ പ്ലസ് ടോ ഓഫ് ജി ഡോട്ട് ഇ. അപ്പൊ എന്താണ് ജി മൈനസ് ഇ? അപ്പൊ ഇതിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് അല്ലെ, രണ്ട് ഗ്രാഫുകളുടെ സ്പാനിങ് ട്രീസിന്റെ സം ആയിട്ട് എഴുതാം. ഫസ്റ്റത്തെ എന്താണ്? ടോ ഓഫ് ജി മൈനസ് ഇ. അതായത് ഇ എന്ന് പറയുന്ന ആ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത ഗ്രാഫ്. ഇവിടുന്ന് ഇ എന്ന് പറയുന്ന എഡ്ജ് ഏതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു എഡ്ജ് ആണ്. ഇതങ്ങ് റിമൂവ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ് എന്ത് വരിക? ടോ ഓഫ് ജി മൈനസ് ഇ. അതുപോലെ ടോ ഓഫ് ജി ഡോട്ട് ഇ അതെന്ത് വരും? ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യും വേണം ഈ രണ്ട് വെർട്ടിസസുകളും കൂടെ എന്താവണം? മെർജ് ചെയ്യണം, ഒന്നാവണം. അത് നിങ്ങൾ ആലോചിക്കൂ, ഈ വെർട്ടെക്സ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഒരു ഇതാണ് ഫസ്റ്റ് വെർട്ടെക്സ് അല്ലെ? ഇവിടെ എന്തുണ്ട്? ഒരു ലൂപ്പ് ഉണ്ട്. ഈ വെർട്ടെക്സിൽ നിന്ന് രണ്ട് എഡ്ജുകൾ പോകുന്നുണ്ട്. എവിടേക്കാണ്? ഈ രണ്ടെണ്ണം സെയിം ആയി. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന എഡ്ജും ഇങ്ങോട്ട് പോകുന്ന എഡ്ജും സെയിം ആയിട്ട് വരണം. അപ്പൊ എന്ത് ചെയ്യും? രണ്ട് 1 2 എന്ന് പറയുന്ന രണ്ട് എഡ്ജ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു എഡ്ജ് വരുന്നുണ്ട്. അതെന്താവും? ഇത് രണ്ടും ഒന്നായ സ്ഥിതിക്ക് ഇതൊരു ലൂപ്പായിട്ട് മാറും. ഈ ഒരു സിംഗിൾ എഡ്ജ് തന്നെ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ വെർട്ടെക്സിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൂപ്പായിട്ട് മാറും. പിന്നെ ഇവിടുന്ന് അടുത്ത വെർട്ടെക്സിലേക്കും രണ്ട് എഡ്ജുകൾ വരുന്നുണ്ട്. അതായത് രണ്ട് എഡ്ജുകൾ വരുന്നുണ്ട്. ഇതാണ് എന്ത് വരിക? മുകളിലത്തെ ഗ്രാഫിന്റെ ഈ ഒരു ഗ്രാഫിന്റെ ജി ഡോട്ട് ഇ എന്ന് പറയുന്ന കോൺട്രാക്ഷൻ വരിക. അപ്പോൾ ഇതിന് ജി ഡോട്ട് ഇയും ജി മൈനസ് ഇയും എന്ന് പറയുന്ന രണ്ട് ഗ്രാഫുകളുടെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസിന്റെ സം ആയിട്ട് നമുക്ക് ഇതിന്റെ ടോട്ടൽ സ്പാനിങ് ട്രീനെ എഴുതാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഒന്നും കൂടെ നോക്കൂ. ഇതേ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ആണല്ലോ. ഒരു ലൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പ് നമ്പർ ഓഫ് സ്പാനിങ് ട്രീസിനെ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. ശരിയല്ലേ? ഈ ഒരു ലൂപ്പിന്റെ അപ്പൊ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് എന്താണ്? ഇതിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീയും ഈ ഒരു ലൂപ്പ് ഒഴിവാക്കി കഴിഞ്ഞാലും അതിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ എപ്പോഴും എന്താവും? സെയിം ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇതിന്റെ സ്പാനിങ് ട്രീ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് എന്താണോ അത് തന്നെയാണ് എന്ത് വരിക? ഇതിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസും വരിക. അപ്പൊ ഈ ലൂപ്പിനെ നമുക്ക് എന്ത് എഴുതാം? ഒഴിവാക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു ലൂപ്പ് ഇവിടെ ഒഴിവാക്കാണ്ട്, ഈ ഒരു ലൂപ്പ് ഒഴിവാക്കാണ്ട്, ഈ ഒരു ലൂപ്പ്, ഈ മൂന്ന് ലൂപ്പ് ഒഴിവാക്കി കഴിഞ്ഞാലും നമ്പർ ഓഫ് സ്പാനിങ് ട്രീസിൽ ഡിഫറൻസ് വരില്ല. അപ്പൊ അത് ലൂപ്പ് വരുന്നതിന്റെ സ്പാനിങ് ട്രീസ് പറയുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് എന്താണ്? ഈ ലൂപ്പ് ഒഴിവാക്കി കഴിഞ്ഞാലും ഈ രണ്ട് മെട്രിക്സും നമ്പർ ഓഫ് സ്പാനിങ് ട്രീസും എന്താണ്? ഈ ഒരു ഗ്രാഫിന്റെ ലൂപ്പ് ഉള്ള ഗ്രാഫിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീയും ലൂപ്പ് ഇല്ലാത്ത നമ്പർ ഓഫ് സ്പാനിങ് ട്രീയും സെയിം ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ഈ ഒരു രണ്ട് ഗ്രാഫിന്റെ സ്പാനിങ് ട്രീകളുടെ സമ്മും ഈ രണ്ട് ഗ്രാഫിന്റെ സ്പാനിങ് ട്രീകളുടെ സമ്മും ഈക്വൽ ആണെന്ന് വരും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഗ്രാഫ് അതേപോലെ തന്നെ നിർത്തുക. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നേരത്തെ അതേ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഇതിൽ ഈ ഒരു ഡയഗണൽ ആയിട്ടുള്ള ഒരു എഡ്ജ് ഇ ഡാഷ് എന്ന് എടുക്കാം. അപ്പൊ ഈ ഡയഗണൽ ആയിട്ടുള്ള ഈ ഒരു ഗ്രാഫിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഒന്ന് ഈ ഡയഗണൽ ആയിട്ട് ജി മൈനസ് ഇ, ഇതിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജി മൈനസ് ഇന്റെ സ്പാനിങ് ട്രീകളുടെ എണ്ണം പ്ലസ് ജി ഡോട്ട് ഇന്റെ ഇ ഡാഷ് അതിന്റെ സ്പാനിങ് ട്രീകളുടെ എണ്ണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തിട്ട് ഇതിന് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും വരിക? അല്ലെ? ഈ ഒരു ഇതിലേക്ക് ഇവിടേക്ക് രണ്ടെണ്ണം വരുന്നുണ്ട്, ഇവിടുന്നും രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പൊ രണ്ടും 4 എഡ്ജുള്ള ഈ ഒരു ഗ്രാഫായിട്ട് മാറും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സാധനത്തിന് എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ അല്ലെ? ഇത് രണ്ടും എന്താണ്? ഒരേപോലെയുള്ള ഗ്രാഫുകളാണ്. അപ്പൊ അതിന്റെ സ്പാനിങ് ട്രീസിന്റെ എണ്ണം സെയിം ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 2 ടൈംസ് നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് ഓഫ് ഈ ഗ്രാഫ് എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഈ ഒരു ഗ്രാഫിന് വീണ്ടും സെയിം റിസൾട്ട് അപ്ലൈ ചെയ്യാം. അതിൽ ഈ ഒരു എഡ്ജ് നമ്മൾ ഈ ഡബിൾ ഡാഷ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ ഒരു ജി മൈനസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്ജ് റിമൂവ് ചെയ്ത ഗ്രാഫ്, പിന്നെ ജി ഡോട്ട് ഇ ഡബിൾ ഡാഷ് അതായത് ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്ത് കോൺട്രാക്ട് ചെയ്ത, ഇത് രണ്ടും സെയിം ആയിട്ടുള്ള കോൺട്രാക്ട് ചെയ്ത ഗ്രാഫിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസിന്റെ എഡ്ജ് പ്ലസ് 2 ടൈംസ് ഈ ഒരു ഗ്രാഫിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ എന്നുള്ള രീതിയിൽ വരും. ഇനി ഇത് ഇവിടെ നമുക്ക് എന്താണ്? ഇത് കൗണ്ടബിൾ ആണ്. ഈ ഒരു രീതിയിലുള്ള നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് എത്ര ഉണ്ടാവുള്ളൂ? ഒറ്റ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്.
അതുപോലെ തന്നെ ഇതിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് എത്രയാണ്? 3 ആണ്. അതുപോലെ ഈ ഒരു ഗ്രാഫിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ് എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതെന്താണ് ഗ്രാഫ്? ഏതൊക്കെ രീതിയിൽ വരയ്ക്കാം അല്ലെ? 3 വെർട്ടെക്സ് എന്തായാലും വരണം. അപ്പോൾ ഇതൊരു സ്പാനിങ് ട്രീ ആണ്. അതുപോലെ തന്നെ ഇത് വേറൊരു സ്പാനിങ് ട്രീ ആണ്. ഏതാ? തിരിച്ച്. അതുപോലെ തന്നെ വേറെന്ത് വരും? വേറൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഒരടിച്ച് ഇവിടുന്നും അടുത്ത അടിച്ച് ഇവിടുന്നുള്ളത് ഇതും ഒരു സ്പാനിങ് ട്രീ ആണ്. അതുപോലെ തിരിച്ചു വരുന്നത് എങ്ങനെയാ തിരിച്ചു വരിക? ഇവിടുന്ന് ഇങ്ങനെ വരുന്ന അടിച്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ 4-നാണ് എന്ത് വരിക? ഈ ഒരു ഗ്രാഫിന്റെ സ്പാനിങ് ട്രീസ് വരിക. അപ്പോൾ 1 + 3 + 2 × 4 = 12 സ്പാനിങ് ട്രീസ് എന്ന് വരും. അപ്പോൾ ഇതാണ് ഇത് സ്പാനിങ് ട്രീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ട് സ്പാനിങ് ട്രീ കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധം ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതേ റിസൾട്ട് നിങ്ങൾ വേറെ 2-3 ഗ്രാഫുകൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഇതിന്റെ കൂടെ ഒരൊറ്റ എക്സാമ്പിൾ മാത്രമേ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഒരു 2-3 എക്സാമ്പിളും കൂടെ ഇതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാഫ് എടുത്തിട്ട് അതിന്റെ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസും കൂടെ കണ്ടുപിടിക്കാം.